ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചക്കക്കുരു ഫ്രൈനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് ചക്കക്കുരു ഫ്രൈ ചെയ്തെടുക്കാം. ചക്കയിൽ നമ്മൾ സാധാരണ പഴം കഴിച്ച് ചക്കക്കുരു കളയാറാണ് പതിവ്. എന്നാൽ വളരെയധികം ഔഷധമുള്ള ഒരു ഇതാണ് ചക്കയുടെ കുരു. നമുക്ക് ചക്കക്കുരു അങ്ങ് കഴിക്കാം. അതെങ്ങനെയാണ്, അതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ചക്ക ഞാനിപ്പോൾ ഒരു പാത്രത്തിലെടുത്തിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളയണം. അതിന് ചക്ക കുറച്ച് നേരം വെയിലത്ത് അങ്ങ് ഉണങ്ങാൻ വെക്കുക. അപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂർ നല്ല വെയിലത്ത് അങ്ങ് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ചക്കയുടെ ഇങ്ങനെ തൊലിയൊക്കെ അങ്ങ് ഇളകി വരും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ആ തൊലിയൊക്കെ എടുത്ത് കളയാം. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് വേവിച്ചാൽ മതി. അങ്ങനെയും നമുക്ക് തൊലി എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് ഈ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം അതിനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈങ് പാനിൽ ഞാനിപ്പോൾ അത് തൊലി കളഞ്ഞ ചക്കക്കുരു അങ്ങ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിന് അത്യാവശ്യം മസാല ചേർക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അതിനുശേഷം അത്യാവശ്യം ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. നല്ലോണം അങ്ങ് പുരട്ടണ, എല്ലാ ഭാഗത്തും ആ മസാല അങ്ങ് പിടിക്കണം. അതിനു വേണ്ടി കുറച്ച് നേരം നമുക്കിതിനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചക്കക്കുരു ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈയിങ് പാനിൽ അത്യാവശ്യം എണ്ണ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ചക്കക്കുരു അതിൽ ഇടുക. എന്നിട്ടൊരു 10-15 മിനിറ്റോളം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ചക്കക്കുരു നല്ല ഹാർഡാണ്. അതിനെ നല്ലോണം ഫ്രൈ ചെയ്യണം, എന്നാലേ നമുക്കത് കഴിക്കാൻ സാധിക്കും. നമുക്കൊരു 10-15 മിനിറ്റോളം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം അത് ഫ്രൈ ആവണം. ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതൊരു കുറച്ച് ഫ്രൈ ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ചക്കക്കുരു ഫ്രൈ റെഡിയായിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഇതാണ് ചക്കക്കുരു ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ തരാം.